വാങ്ങുവിൻ വാങ്ങുവിൻ സായുജ്യമടയുവിൻ. മത്ത് പിടിപ്പിക്കുന്ന മധുരമായ ഉമ്മകൾ കൊണ്ട് ഈ കോളേജ് ക്യാമ്പസിനെ കോരിത്തരിപ്പിച്ച് ആരതി മേനോന്റെ നാല്യറാണിയുടെ നേക്കറ്റ് പീസുകളാണ് ഇതുവഴി വിറ്റുകൊണ്ടിരിക്കുന്നത്. കുട്ടിയത്ര കാര്യമായിട്ടെടുക്കണ്ട, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്താൽ മതി. അവർക്ക് $1 മില്യൺ വിലയുള്ള വോട്ട് പിടിച്ചെടുത്ത അല്യറാണിയുടെ ഉമ്മയുടെ വില ഇന്ന് കമ്പോള നിലവാരത്തിൽ കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. വെറും $2 മാത്രം. കരിങ്കലിന്റെ ഹൃദയമുള്ള മാടപ്രാവിന്റെ ഉമ്മകളാണ് വിറ്റുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഈ കുഞ്ഞിന് $2 കൊച്ചും കൊടുക്കും. വരൂ, വാങ്ങൂ, മയങ്ങൂ. 3 ഉമ്മകൾ വാങ്ങിയാൽ 1 ഉമ്മ ഫ്രീ. കോളേജ് ആകുമ്പോ അതൊക്കെ പതിവാ, അതൊന്നും സാരമില്ല. അവനൊരു ചെള്ള. അവന്റെ മുമ്പിൽ തോറ്റിട്ട് ഞാൻ ഇനി കോളേജിൽ പോകുന്ന പ്രശ്നമില്ല. നീ വേറെ വല്ല പ്രശ്നങ്ങളോടെ പറ, അല്ലാതെ തന്നെ എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കി അവ പിടിച്ച് അകത്തിട്ട് ശരിക്കൊന്ന് പെരുമാറണം. എന്നിട്ട് വേണം നിന്റെ അമ്മാവന്റെ തൊപ്പി തെറിക്കാൻ. പെൺകുട്ടികളായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. ആൺകുട്ടികളോടല്ല കളിക്കേണ്ടത്. കുഞ്ഞമ്മ ഇതിൽ ഇടപെടണ്ട. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ചിറ്റെടുത്ത തറവാട് പോലീസുകാരുടെ തറവാടാണെന്ന പുറത്ത് പേര്. എന്നിട്ട് എനിക്കൊരു വിഷമം വന്നപ്പോ സഹായിക്കാൻ ആരുമില്ല. പിന്നെ നിന്റെ താളത്തിനൊത്ത് തുള്ളാനാണല്ലോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. വേണ്ട, തുള്ളണ്ട. സാർ CA അല്ലേ? CA-യേക്കാളും വലിയ അമ്മാവന്മാർ എനിക്ക് വേറെയുണ്ട്. എന്നെ ചെറിയമ്മ സഹായിക്കും. ആരതി അങ്ങനെ വിട്ടുകൊടുക്കുന്നു വിചാരിക്കണ്ട. ഒരു CA ASP-യുടെ മുന്നില് സല്യൂട്ട് ചെയ്യുന്ന ഷുവറാണേ. മോളിൽ നിന്ന് ഓർഡർ വരുമ്പോ അതങ്ങ് നടത്തിച്ചാ മതി. മിനിസ്റ്റർ നാളെ സർവകക്ഷികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി ഫോഴ്സിന് അയക്കാനെന്ന് IG പറഞ്ഞത്. പക്ഷേ നാട്ടുകാരാകെ ഇളയിരിക്കുക. തൽക്കാലം സംശയം തോന്നുന്ന കുറേ എണ്ണത്തിന് കസ്റ്റഡിയിലെടുക്ക്. കൃഷ്ണകുമാറും സുരേന്ദ്രൻ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എന്താന്ന് വെച്ച് നമുക്ക് ആലോചിക്കാം. ASP-യുടെ അതോട്ട് ഇപ്പൊ കാണാൻ പറ്റില്ല, സ്വല്പം തിരക്കില്ല. ചെറിയമ്മാവ, ആരതി വന്നു. വാ വാ, നീ വരുന്നത് നിന്റെ കുഞ്ഞമ്മാവൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. കുഞ്ഞമ്മാവനും ചെറിയമ്മാവനും തൊഴുതു. വല്യമ്മാവനെങ്കിലും എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കണം. എല്ലാ സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ചാ അവൻ എന്നെ ഇൻസൾട്ട് ചെയ്തത്. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. സതി, നീ ചെന്ന് ഇവൾ കൂടി ചോറ് വിളമ്പ്. ആരതി ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ചോറുണ്ണാനല്ല ഞാൻ വന്നത്. ഇക്കണക്കിന് ഒരുത്തൻ എന്നെ കയറി പിടിച്ചാലും നിങ്ങളാരും എന്നെ സഹായിക്കില്ലല്ലോ. നിന്നെ എന്നല്ല, ആരെയും ഒരുത്തനും കയറി പിടിക്കില്ല. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നോക്കിക്കോ, ഇവിടെ എന്നെ സഹായിക്കാൻ ഒരാളും ഇല്ലെന്ന് ഞാൻ അച്ഛൻ എഴുതും. ഇതിനേക്കാളും വലിയ അധികാരമുള്ള ഉടുപ്പാ എന്റെ അച്ഛന്. ഉടുപ്പിന്റെ കാര്യത്തിൽ നിന്റെ പ്രിൻസിപ്പലും അത്ര മോശമൊന്നുമല്ല. നിന്റെ വിളച്ചിൽ അധികം ആകുമ്പോ ഒരു ടീസ് എഴുതി അങ്ങനെ കൈ തരും. അത് മോള് മറക്കണ്ട. അവളെവിടെ? മുകളിൽ അമ്മയായിട്ട് കുസ്തി പിടിക്കുക. തീർന്നില്ല അവളുടെ പിണക്കം. അവള് വാശി പിടിച്ച വാശിയാന്നറിയില്ലേ? അമ്മാവന്മാരെല്ലാം കൂടെ ചേർന്ന് മോളെ കൊഞ്ചിച്ചു വഷളാക്കിയെന്നാവും അവസാനം അളിയന്റെ പരാതി. ഏതായാലും ഈ വീട്ടിലെ വലിയ പോലീസ് അവളല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടി ചെന്ന് ഒന്ന് സല്യൂട്ട് ചെയ്തിട്ട് വരാം. എടാ, അവളുടെ മുറി കയറുക എന്ന് വെച്ചാൽ എനിക്ക് പേടിയാ. എന്തെങ്കിലുമൊക്കെ കൊണസ്റ്റൊപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നാലൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ ചെന്ന് അവളെ വിളിച്ചു നോക്കാം. അതെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചാൽ ശരിയാകില്ല. ചേട്ടൻ തന്നെ നിന്ന് വിളി. അല്ല അപ്പു, നീ ഒന്ന് വിളിക്കേ. നീ എന്തൊക്കെ ഈ മുറിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ 3 പേര് ഒരുമിച്ച് ക്ലീൻ ബോൾഡ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഏതായാലും നിന്റെ പിണക്കം മാറിയല്ലോ, ഭാഗ്യം. പിണക്കൊന്നും മാറിയിട്ടില്ല. എന്നാൽ എനിക്കൊരു പ്രശ്നം വന്നപ്പോ ഒറ്റ അമ്മാവന്മാര് സഹായിച്ചില്ലല്ലോ. ഞങ്ങള് സഹായിച്ചില്ലെങ്കിൽ എന്താ, ഇതുപോലൊരു ഇടികട്ട ഉണ്ടാക്കി നീ തന്നെ അവന്റെ തലയ്ക്ക് 4 കൊട്ടുകൊട്. ബ്രദേഴ്സ്, കബഡി 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 കബഡി
കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി ദീപം 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 അതുകൊണ്ട് രാമ 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 പാടുകയും ചെയ്തിരുന്നു. പിന്നീട് മനുഷ്യൻ കൃഷി ചെയ്യുവാനും മൃഗങ്ങളെ ഇണക്കി അവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും തുടങ്ങി. ഒന്ന് പതുക്കെ പിടി എന്റെ ചേച്ചി. പതുക്കെ തന്നെയാ ഉണ്ണിയെ പിടിക്കണത്. നിന്റെ അവസ്ഥ കാണുമ്പോ അവര് കബഡി കളിച്ചത് മൈതാനത്തല്ല നിന്റെ ദേഹത്താണെന്ന് തോന്നും. ചതയാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. ഒരു റഫറിയുടെ ജീവിതത്തിൽ ഇതൊക്കെ വെറും സാധാരണ സംഭവങ്ങളാണ് ചേച്ചി. അതെ അതെ, അടങ്ങി എവിടെങ്കിലും കിടക്കടാ. ഒളിമ്പിക്സിലെ റഫറിമാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ചവിട്ടുകൊണ്ടോതും, അവിടെ വെടിയാ, പിന്നെ റഫറി നിൽക്കണ സ്ഥാനത്ത് വെറും പുകയാ. കഴിഞ്ഞ ഒളിമ്പിക്സിൽ തന്നെ 9 റഫറിമാരെയാണ് അവർ വെടിവെച്ച് കൊന്നത്. എന്നിട്ട് റഫറിമാർക്ക് വല്ല കുറവുണ്ടോ? അതാണ് ചേച്ചി റഫറിമാരെ സ്പിരിറ്റ്. മാമ സൈഡ് പറഞ്ഞെന്നും പറഞ്ഞ് കളിക്കാരെടുത്തിട്ട് പെരുമാറിയതാവും അമ്മേ. ഒരു റഫറിയുടെ സത്യസന്ധത ചോദ്യം ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ രാമനുണ്ണി 2 സൈഡിൽ നിന്നിട്ടുണ്ട്. അത് കളാ. അവിടെ കിടക്കടാ. രാമനുണ്ണി റഫറിയാണോ? കളിയിൽ അച്ചടക്കം നിർബന്ധമാണ്. അച്ചടക്കം കൂടുമ്പം വാശി കൂടും, വാശി കൂടുമ്പം കളിയിൽ കൂട്ടത്തിലുണ്ടാവും. അതിന് റഫറിയോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കളിക്കുന്നവന് സാധു ബീഡിയുടെ വലിപ്പമുള്ള ഒരു കപ്പെങ്കിലും കിട്ടും. നിനക്ക് എന്തോന്നാടാ കിട്ടുന്നത്? ഊരി കളിക്കാൻ ഒരു ബസ്സിലോ? ഓ തുടങ്ങി ചേച്ചി തിരുമു. ഈ വയ്യാത്ത കാര്യം വെച്ച് അധ്വാനിക്കാൻ ഞാൻ ഇനി അധികാലം ഉണ്ടായിന്ന് വരില്ല. കുടുംബത്തിനാകെയുള്ള ഒരു ആന്തരിക ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? 3 നേരം തിന്നാനുള്ളതൊക്കെ നിന്റെ കളിക്കാർ കൊണ്ടുവന്ന് തരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബരംഗവും കായിക രംഗവും തമ്മിൽ മിക്സ് ആക്കല്ലേ. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. നിനക്കെന്താ ഉണ്ണി ഒരു ജോലിക്ക് ശ്രമിച്ചാല്? അടുത്ത ആഴ്ച 5-6 ജോലികൾ മാവേലി സ്റ്റോർ വഴി വിതരണം ചെയ്യുന്ന ഇന്നത്തെ പത്രത്തിലുണ്ട്. ഞാനൊന്ന് ശ്രമിക്കാം. എന്താ? ഓ, എന്ത് പറഞ്ഞാലും തറുതലേ പറയൂ. ഞാൻ വല്ല അമേരിക്കയിലോ ജപ്പാനിലോ ജനിച്ചിരുന്നെങ്കിൽ എന്നെ അവർ പൊക്കിക്കൊണ്ട് നടന്നേനെ. അച്ഛൻ വന്നിട്ട് വെള്ളം ചൂടായി കാണും. ഇല്ലെങ്കിൽ അവനിപ്പോ ഒളിമ്പിക്സിന്റെ കാര്യം പറയും. നടക്ക. ഈ വീട്ടിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാതായി പോയല്ലോ. ചേട്ടൻ പൂവായില്ലേ? പുറപ്പെടാൻ നേരമായി ഭാഗ്യം. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മോളെ കരയിക്കാതെ നോക്കണം. എത്ര നാളാണെന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുക. എല്ലാം നമ്മുടെ വിധിയാണ് ഭാഗ്യം. നമുക്ക് ജീവിക്കണ്ടേ? പുറപ്പെടാൻ നേരത്ത് കരയല്ലേ? എനിക്ക് സഹിക്കണില്ല ഏട്ടാ. ഈ പകലൊക്കെ രാത്രിയും രാത്രിയൊക്കെ പകലുമായിരുന്നെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാതെ ഒപ്പിക്കാമായിരുന്നു. എല്ലാ ദിവസവും രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി, രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി. ഇവന്മാർക്കൊക്കെ പകലിൽ നൈറ്റ് ഡ്യൂട്ടി വെച്ചാൽ എന്താ? ഇന്ന് രാത്രിയും തിരക്ക് പിടിച്ച പണി തന്നെ ആയിരിക്കും ഭാഗ്യം. നേരാമണ്ണം പെർമിറ്റ് ഇല്ലാത്ത 4 ലോറി സ്പിരിറ്റ് ഇന്ന് കമ്പനിയിലെത്തി. ഈ വടിയും കുത്തി പിടിച്ച് ഞാൻ തന്നെ അതിന് രാവിലെ നിൽക്കേണ്ടി വരും. അളിയന്റെ ഭാഗ്യം. ഒന്ന് കാല് മാറി ചവിട്ടി അത് പിടിച്ചകത്താക്കിയുള്ള കമ്മീഷൻ വാങ്ങ്. ഒന്നുമില്ലെങ്കിൽ എന്റെ പെങ്ങക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടട്ടെ. അത് ശരി. ഞാനത് ഒറ്റ കൊടുത്താൽ കമ്പനിയിലെ ഗുണ്ടകൾ എന്നെ തല്ലി ചതക്കും. അപ്പൊ ഞാൻ ചാവും. എന്റെ 16 അടിയന്തരവും കഴിഞ്ഞ് അതിന്റെ കമ്മീഷനും വാങ്ങി നിനക്ക് നിന്റെ പെങ്ങൾക്ക് സുഖമായിട്ട് കഴിയാം അല്ലേ? അയ്യോ, അറം പറ്റുന്ന വർത്താനൊന്നും പറയല്ലേ ചേട്ടാ. പിന്നെ പറയാണ്ട്, തൊഴിലാണ് എന്റെ ചോറ്. ആ ചോറിനോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ആ ആത്മാർത്ഥതയാണ് അളിയൻ ചോദ്യം ചെയ്തത്. അത് ഞാൻ സഹിക്കൂല. ആത്മാർത്ഥതയുടെ കാര്യമൊന്നും അളിയൻ പറയണ്ട. അവിടെ ചെന്നാലും കിടന്നുറക്കമാണെന്നുള്ള ന്യൂസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി എന്നുള്ള സെന്റിമെന്റ്സും പറഞ്ഞ് പകൽ ഇവിടെ വന്നും കിടന്നുറക്കം. അയ്യോ, സത്യമാണോ ചേട്ടാ? എന്റെ ഭാഗ്യം. ഇതൊന്നും വിശ്വസിക്കല്ലേ. ഇതെല്ലാം വെറും ഊഹാപോഹങ്ങളാണ്. അപ്പൊ 2 പ്രാവശ്യം സസ്പെൻഡ് ചെയ്തോ? സസ്പെൻഡ് ചെയ്തത് പിന്നെ മനുഷ്യനല്ലേ. ഓരോന്ന് ചിന്തിച്ചിരുന്നു സ്വല്പം മയങ്ങിപ്പോയി. ആ മയക്കത്തിനാണ് മലയാളത്തിൽ ഉറക്കം എന്ന് പറയുന്നത്. അതെ, ഉറക്കം എന്റെ ഒരു വീക്ക്നെസ് ആണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് അല്ലാതെ പിന്നെ വേറെ ഏത് ജോലിക്കാണ് ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാൻ പറ്റണത്? അല്ലെങ്കിൽ പിന്നെ വല്ല സർക്കാർ ഉദ്യോഗം കിട്ടണം. അയ്യോ ഭാഗ്യം, എനിക്ക് ഇറങ്ങാൻ നേരമായി. ഉറങ്ങാൻ നേരമായെന്ന് പറയലയാ. ഓ ഭാഗ്യം, ഞാൻ ഉറങ്ങട്ടെ. അല്ല, ഇറങ്ങട്ടെ.